അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ജർമ്മനിയിൽ നിന്ന് തുടങ്ങാം. കാരണം ജർമ്മനിയുമായിട്ട് അമേരിക്ക തുടങ്ങി വെച്ചൊരു പ്രശ്നം, ശരിക്കും അവർ ഈ താരിഫ് ട്രംപ് ഇഷ്യൂ ചെയ്തത് മുതലേ ഈ പ്രശ്നത്തിന് തുടക്കമായി. അവിടെ തൊട്ടേ നമുക്കിതിനെ അങ്ങനെ വായിച്ചെടുക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേളിൽ താരിഫ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ട്രക്ക്, വെഹിക്കിൾസ് ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നതെല്ലാം തന്നെ അമേരിക്കയുടെ ഉള്ളിൽ വന്ന് ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 25% നിങ്ങളുടെ താരിഫ് ഉയർത്തും. അതേസമയം അമേരിക്കയുടെ ഉള്ളിൽ വന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന സാധനങ്ങൾക്ക് 0% താരിഫാണ്, താരിഫ് ഫ്രീ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ ഇന്ന് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല. ഇതിൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് നിലവിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ യുദ്ധത്തിൽ യൂറോപ്പും നാറ്റോയും അമേരിക്കയെ പിന്തുണയ്ക്കാത്തതാണ് ഇതിൻ്റെ റീസൺ. അല്ലാതെ ഇതിന് വേറൊരു കാരണവുമില്ല. പിന്നെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കയിലെ ഇപ്പം നിലവിലെ ഇൻഫ്ലേഷൻ. സ്പിരിറ്റ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ബഡ്ജറ്റ് എയർലൈൻസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവർ ഓൾറെഡി തന്നെ നഷ്ടക്കച്ചവടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ അവർക്ക് ഈ വിലക്കയറ്റത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഫ്യൂവൽ കോസ്റ്റ് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ കടബാധ്യത എക്കാലത്തെയും ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. അത് 31 ട്രില്യൺ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് ചുമതലയേറ്റ സമയത്ത് ഇതൊക്കെ കുറച്ച് കൊണ്ടുവരും, ഞാൻ താരിഫ് നയം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അപ്പം ചടപടയെന്ന് കുറച്ച് താരിഫുകൾ പിരിച്ചെടുത്ത് ഈ കടമൊക്കെ വീട്ടിൽ കളയാം എന്നുള്ള രീതിയിലുള്ള ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്ക ഈ താരിഫ് പണിയൊന്നും നടക്കത്തില്ല. കാരണം ഇതിൻ്റെ മോഡൽ ഓൾറെഡി ഫെയിലിയർ ആണെന്നുള്ളത് ചരിത്രം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. പലതവണ ഇതേപോലെ യൂറോപ്പിൻ്റെ ട്രക്കിന് മുകളിൽ ഇതിനു മുമ്പ് 80കളിൽ താരിഫ് അപ്ലൈ ചെയ്തതാണ്. അതിൽ ആ താരിഫ് അപ്ലൈ ചെയ്തതിന് പരാജയമായിരുന്നു. എനിവേ ഇന്ന് ട്രംപ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറാൻ രഹസ്യമായിട്ട് എൻവലപ്പിൽ കൊടുത്ത ഡീറ്റെയിൽസിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നത്തിങ് ന്യൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് മെൻഷൻ ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പഴയ അതേ വിവരങ്ങൾ തന്നെയാണ്. പഴയ എഗ്രിമെൻറ്റ് കോപ്പി എടുത്ത് പാകിസ്ഥാൻ എൻവലപ്പിൽ വെച്ചിട്ട് ഇറാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തതാണോ എന്ന് വരെ ഡൗട്ടുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഞങ്ങളുടെ നിർദ്ദേശങ്ങളിൽ മാറ്റങ്ങളൊന്നുമില്ല, അസീം മുനീർ കാര്യം ചെയ്യൂ, ഇനി അബ്ബാസ് അരക്ചിക്ക് അങ്ങോട്ട് വരാനൊന്നും വയ്യ, നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ജസ്റ്റ് ഒരു കവറിലാക്കിയിട്ട് ട്രംപിന് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക നിരന്തരമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഇറാൻ ഓപ്പൺ ചെയ്യാം. ബട്ട് അവിടെ ഒരു പക്ഷേ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ മേളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കോമ്പൻസേഷൻ തരണം, നമ്പർ 1. 2, യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നിരന്തരമായിട്ട് അവസാനിപ്പിക്കണം, നമ്പർ 2. ഇനി ഞങ്ങളുടെ ഫ്രീസ്ഡ് അസറ്റുകൾ മൊത്തത്തിൽ റിലീസ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ മേളിൽ ഉപരോധങ്ങളും പാടില്ല. വളരെ വ്യക്തമാണ്. ഇത് ഇറാൻ രഹസ്യമായിട്ടൊരു പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുന്നതാണ് ഇപ്പം പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതാണ് ട്രംപ് കീറിക്കളഞ്ഞത്. അപ്പം തന്നെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നത്തിങ് ന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിന് മേലൊരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പല വാർത്താ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് അമേരിക്ക ഇനി നേരിട്ട് ആക്രമിക്കുക എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വിഷയമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിലവിൽ ഇസ്രായേലിനെ വെച്ചിട്ട് ആക്രമണം നടത്താനായിരിക്കും അമേരിക്കയുടെ പ്ലാൻ. അതാണ് ഒരു 90% നടക്കാൻ സാധ്യതയുള്ള അറ്റാക്ക്. അപ്പോൾ എന്തായാലും ഇറാൻ തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരൊരു 500 മിസൈലുകൾ പൊടി തട്ടിയെടുത്ത് റെഡിയാക്കി പോളിഷൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അമേരിക്ക വീണ്ടും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത ഇറാൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും അമേരിക്കൻ സോൾജേഴ്സ്, നാറ്റോ സംഘടനയ്ക്ക് കീഴിൽ പണിയെടുക്കുന്ന അമേരിക്കൻ സോൾജേഴ്സിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ഈ 5000 ട്രൂപ്പിനെയും വിഡ്രോ ചെയ്യാനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ജർമ്മനി പറയുന്നത് അമേരിക്കയുടെ ഈ പെരുമാറ്റം നാറ്റോയെ പരിശോധിക്കുന്ന തരത്തിലാണ്. ഒരു ടെസ്റ്റിഫയിങ് മൊമെൻറ്റിലൂടെയാണ് നാറ്റോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോളണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥിതി ഇതേപോലെ തുടർന്നു കഴിഞ്ഞാൽ നാറ്റോ തകർച്ചയിലേക്ക് എത്തും. അത് നാറ്റോ രാജ്യങ്ങളുടെ ആയിക്കോട്ടെ, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സ്റ്റെബിലിറ്റിയെ ചോദ്യം ചെയ്യും, സെക്യൂരിറ്റി ത്രെട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ പോളണ്ട് ഇരുന്ന് കരയുന്നുണ്ട്. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്കായാലും ശരി തന്നെ ഈ നാറ്റോ മെമ്പേഴ്സിന് ഇവർക്കൊന്നും പൈസ മുടക്കാൻ വയ്യ. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവർക്ക് മറ്റുള്ളവൻ്റെ സ്വത്ത് ആവോളം വേണം.
അതാണ് ഈ കൂട്ടർ. ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. ഇനി ലെറ്റ് us see how the developments എങ്ങനെയാണ് ഇവരുടെ ഇടയിലുള്ള ഈ പ്രശ്നം പരിഹരിച്ച് ഇവർ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന വിഷയത്തിൽ ആശങ്കയുണ്ട്. യൂറോപ്പിനുമുണ്ട്, നാറ്റോ രാജ്യങ്ങൾക്കുമുണ്ട്. അമേരിക്കയ്ക്ക് ഒരു ആശങ്കയില്ല, പുല്ലുവിലയാണ് അവർക്ക്. യൂറോപ്പ് ആയാലും ശരി തന്നെ, നാറ്റോ ആയാലും ശരി തന്നെ. ട്രംപ് ശരിക്കും പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UAE അവരുടെ പോളിസികളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇതിനു മുമ്പ് 2 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ വിസ പെർമിഷനൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് കുറച്ചിട്ട് 1.3 crore ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ പേരിൽ വിസ സ്വന്തമാക്കാനുള്ള പോളിസി അമെൻമെൻറ്റുകളൊക്കെ UAE മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യക്കാരെയാണ് UAE ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻസിന് ജോയിൻ്റ് ആയിട്ട് 2-3 പേര് ചേർന്നിട്ട് 1.3 എന്ന് പറഞ്ഞത് ഈ 1,30,00,000 UAE പ്രോപ്പർട്ടീസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഈ ലിമിറ്റ് കുറച്ചത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 2-3 പേർ ചേർന്ന് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്വന്തമാക്കിയാലും ഒരാൾക്ക് 1,30,00,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോ കിട്ടും. അപ്പോൾ അങ്ങനെ 2-3 പേര് ചേർന്നിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പോലും ഓൺ വിസയ്ക്ക്, ആ പ്രോപ്പർട്ടി ഓൺ വിസയ്ക്ക് എലിജിബിൾ ആണ് എന്നുള്ള ഒരു അമെൻമെൻ്റാണ് UAE കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തികച്ചും ഇന്ത്യൻസിനെ എയിം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബലി ഇച്ചിരി പൈസയുള്ള ആൾക്കാരൊക്കെ UAE വന്നോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോട്ടെ. അവരുടെ മാർക്കറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല അമെൻമെൻറ്റുകൾ UAE കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം തന്നെ UAE ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. കാരണം ചില അമെൻമെൻറ്റുകൾ വളരെ നിർണായകമാണ് UAE. കാരണം ഈ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ്, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ ആഘാതം കുറച്ച് വലുതാണ്. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചില മേഖലകളിൽ ചില അഴിച്ചുപണികൾ നടത്തേണ്ടതുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ആ മേഖലകൾ കൃത്യമായിട്ട് കണ്ടെത്തിയാണ് UAE ഇത്തരത്തിലുള്ള അമെൻമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പല ഓഫേഴ്സ് UAE സൈഡിൽ നിന്ന് വന്നേക്കാം. അതുപോലെ UAE അവരുടെ എയർലൈൻ സർവീസ് എല്ലാം തന്നെ പ്രവർത്തന സജ്ജമായതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE സിവിൽ ഏവിയേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടതിലൂടെ $4.8 ബില്യൺ നഷ്ടമുണ്ടായതായിട്ട് സെൻകോം പറയുന്നുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നിന്നും കുറേ ഡോൾഫിനുകളെ വാങ്ങിച്ച്, അതായത് ട്രെയിൻഡ് ഡോൾഫിനുകൾ വാങ്ങിച്ചിട്ട് ആ ഡോൾഫിൻ ത്രൂ ആണ് മൈനുകൾ നിക്ഷേപിച്ചത് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഡോൾഫിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ പുതിയ ടെക്നോളജി അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഇതൊക്കെ പഴയ ടെക്നോളജിയാണ്. പണ്ട് പ്രാവിലൂടെ മെസ്സേജ് കൈമാറിയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡോൾഫിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് സജസ്റ്റബിളാണ്. അപ്പോൾ അങ്ങനെ സജസ്റ്റബിൾ ആയിട്ടുള്ള ഡോൾഫിനുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ മൈനുകൾ കടലിൻ്റെ ഉള്ളിൽ വിതറിയത് എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഇത് റഷ്യ ശരിക്കും പറഞ്ഞാൽ അണ്ടർ വാട്ടർ സബ്മറൈൻസിൻ്റെ മേളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഡോൾഫിനുകളെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് അങ്ങനെ അവർക്ക് ഡോൾഫിൻ ട്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഡോൾഫിൻ ട്രൂപ്പിൽ കൃത്യമായിട്ട് ഡോൾഫിനുകളുടെ മേളിൽ ഈ മ്യൂണിഷൻസൊക്കെ കൃത്യമായിട്ട് ബൈൻഡ് ചെയ്ത് ഇവരെ വെള്ളത്തിനടിയിൽ വിടുമ്പോഴത്തേക്കും അണ്ടർ വാട്ടറിൽ ഇതേപോലെ സബ്മറൈൻ ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി ഈ ഡോൾഫിൻ ഇത് ഇടിപ്പിച്ച് പൊട്ടിത്തെറിപ്പിക്കും. അങ്ങനെ സബ്മറൈൻസിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ അവർ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ് റഷ്യ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡോൾഫിനുകളെ വാങ്ങിച്ചിട്ടാണ് ശരിക്കും ഹോർമൂസിൽ മൈനുകൾ വിതറിയിരിക്കുന്നത് ഇറാൻ എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിൻ്റെ ഡീപ്പ് സ്റ്റഡീസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രാഥമികമായിട്ട് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ യമൻ്റെ തീരത്തിൽ നിന്നും ഒരു കപ്പലിനെ ആരോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സൗദി അറേബ്യ ആവാനാണ് സാധ്യത എന്നുള്ള ഒരു ഡൗട്ടും വരുന്നുണ്ട്. UAE ഷിപ്പാണ് കടത്തപ്പെട്ടത്. UAE കഴിഞ്ഞ 1 മാസം കൊണ്ട് ഈ ഷിപ്പിനെ യമൻ പോർട്ടിൽ ഡോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ഷിപ്പ് പതിയെ UAE മൂവ് ചെയ്യുന്ന സമയത്താണ് ഏതാണ്ട് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും 2 ബോട്ടുകൾ വന്ന് അതിനെ UAE സോമാലിയ കടൽക്കൊള്ളക്കാർ വന്ന് അതിനെ തടഞ്ഞ് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതുപോലെ അമേരിക്ക 6 ചൈനീസ് ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ സാങ്ഷൻസ് ഏർപ്പാടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചൈന പറഞ്ഞിരിക്കുന്നത് ഈ 6 കമ്പനികളെയും ഗവൺമെൻറ് ഏറ്റെടുക്കും. ഷിപ്പിംഗ് കമ്പനികൾ യാതൊരു കാരണവശാലും ഷിപ്പിംഗ് നിർത്തേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പണി തുടർച്ചയായിട്ട് നടത്തുക, നിങ്ങൾക്കുള്ള എല്ലാ ബാക്കപ്പും ഗവൺമെൻറ് തരുമെന്നുള്ള പ്രഖ്യാപനം ചൈന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചൈന ഓൾറെഡി തന്നെ 3 കപ്പലുകളെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ട്, അവരുടെ സ്ട്രൈക്കർ വാർഷിപ്പുകളെ. അപ്പം അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടിൽ ശക്തമായി ചൈന മുന്നോട്ട് ഇറങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്കൊരു വിഷയം പറയാനുള്ളത്, ചൈനയുടെ 6 ഷിപ്പുകൾക്ക് സാങ്ഷൻസ് വിധിക്കാനുള്ള റൈറ്റ് അമേരിക്കയ്ക്ക് ഇല്ല എന്നും കൂടി ചൈന പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ തുടർച്ചയായിട്ട് ഷിപ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കും, അങ്ങനെ അമേരിക്കയ്ക്ക് തോന്നുന്നത് പോലെ തോന്നുന്ന സമയത്തെല്ലാം തന്നെ എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്ക് നേരെയും സാങ്ഷൻസ് ഏർപ്പാടാക്കാൻ കഴിയില്ല, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച് ചൈന ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുകയാണ്. അമേരിക്കയുമായിട്ട് ഒരു സൈഡിൽ ചൈന ഇടയുമ്പോൾ തന്നെ
പാകിസ്ഥാനിലൊരു ഇഷ്യൂ. പാകിസ്ഥാനിൽ സീപക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്വാദാർ പോർട്ടിൽ ഇതെത്ര മൂന്നാമത്തെ നാലാമത്തെ കമ്പനിയാണ്, ഓൾറെഡി തന്നെ 2-3 കമ്പനികൾ അവിടെ ക്വിറ്റ് ചെയ്ത് മടങ്ങിപ്പോയതാണ്, കാരണം പാകിസ്ഥാൻ്റെ അട്രോസിറ്റീസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിലവിലൊരു കമ്പനി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഹാങ്നാങ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കമ്പനി ഇപ്പം ഞങ്ങൾക്കും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നിരിക്കുകയാണ്. ചൈന പല പ്രാവശ്യം ഈ കമ്പനിയുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് നിങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തുടരണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്ത് നോക്കി. പക്ഷേ ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പറ്റത്തില്ല, കാരണം അവർ പ്രോപ്പറായിട്ട് ഒന്നാമത് സാലറി തരുന്നില്ല, രണ്ടാമത്തെ കാര്യം അവർ വിചാരിക്കുന്ന സമയത്തെല്ലാം ഇലക്ട്രിസിറ്റി ഫീസ് ഉയർത്തും, മൂന്നാമത്തെ കാര്യം തീവ്രവാദികളുടെ ഭീഷണി. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കമ്പനി അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മേലിൽ ഇച്ചിരി അതൃപ്തിയുണ്ട്. കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് പാകിസ്ഥാൻ കൂടുതൽ അമേരിക്കൻ പ്രേമം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ചൈനയ്ക്ക് കാണാൻ കഴിയുന്നത്. മെയ് ഫസ്റ്റ് വീക്കിലെങ്ങാണ്ട് ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ചൈനയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് G2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് 2 മീറ്റിംഗ്സ്, G2 ചൈന അമേരിക്ക. അപ്പോൾ അത്തരത്തിലുള്ള മീറ്റിംഗ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കോ റൂബിയോ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രംപിൻ്റെ ചൈന സന്ദർശനം മുടങ്ങാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻസ് പറയുന്നത്. അത് ഈ ഒരു സാഹചര്യത്തിൽ, കാരണം ഇത്തരത്തിൽ ചൈന അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപ് ചൈനയിലേക്ക് വരുമോ, ഈ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. ചൈനയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ചൈനയ്ക്ക് പോകുന്ന വിഷയം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കാർഗ് ഐലൻഡ് മൊത്തത്തിൽ ഫുൾ ആണെന്നാണ് പറയുന്നത്. ഫുൾ മീൻസ് അവർ ഓയിൽ പ്രൊഡക്ഷൻ ഇപ്പോൾ എക്സസീവ് ആണ്, കാരണം സപ്ലൈ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഓയിൽ മൊത്തം അവർ കാർഗ് ഐലൻഡ് സ്റ്റോർ ചെയ്ത്, ഇറാൻ്റെ കംപ്ലീറ്റ് സ്ഥലങ്ങളും ഓയിൽ എവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം തന്നെ ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ്. വെസ്റ്റേൺ മീഡിയ നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ്, നീ നഷ്ടത്തിലാണ്, അത് ഞങ്ങൾ പറയും നഷ്ടമാണെന്ന് നീ സമ്മതിച്ചോണം. ആ രീതിയിലാണ് വെസ്റ്റേൺ മീഡിയയുടെ നെറേറ്റീവ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഞങ്ങൾക്ക് ഓയിൽ വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഇപ്പം നിലവിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്, അതിനിപ്പോൾ അഥവാ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എക്സ്പോർട്ടിലൂടെ അത് ഞങ്ങൾക്ക് വിറ്റഴിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിലുപരിയായിട്ട് ഞങ്ങളുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന ആ ഒരു ആനുപാതികം അനുസരിച്ച് അതിൽ കുറവ് രേഖപ്പെടുത്തുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഞങ്ങൾ തുടങ്ങും എന്ന് വളരെ കൂളായിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം. അതുപോലെ റഷ്യ ലാർജ് സ്കെയിൽ അറ്റാക്കാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്നത്. ശരിക്കും വാശി തീർക്കുന്ന രീതിയിലുള്ള തിരിച്ചടി ശക്തമായ രീതിയിൽ ഉക്രൈനെ ഇന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് റഷ്യ. സിവിലിയൻ കാഷ്വാലിറ്റി കൂടുതലാണെന്നാണ് വാർത്ത. 16 UAV ഡ്രോണുകൾ ഏതാണ്ട് 6 ലൊക്കേഷൻസിൽ കൃത്യമായി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടെർണോബിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം 50 ഡ്രോണുകൾ പതിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത. 50 എണ്ണം പതിച്ചതിൽ 20 എണ്ണം മാസീവായിട്ടുള്ള ബ്ലാസ്റ്റ് ആയിരുന്നു. എല്ലാം തന്നെ ടാർഗറ്റഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തത്, വ്യാവസായിക കേന്ദ്രങ്ങൾ. ഇനിയിപ്പോൾ അമേരിക്കയിലടുത്ത് അമേരിക്കയുടെ ഫെഡറൽ ജഡ്ജ് ഡെയിൽ ഇ ഹോ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക യമനികൾക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് TPS, ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ്, 2800 യമനി നാഷണൽസിനെ. അപ്പോൾ ഈ TPS എന്ന് പറയുന്നത് ഈ നിരോധിക്കപ്പെട്ട പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് അവർക്ക് US ജോലി ചെയ്യാനുള്ള ഒരു അവസരം, അവിടെ സ്റ്റേ ചെയ്യാനും ജോലി ചെയ്യാനുള്ള ഒരു അവസരം, അതാണ് ഈ TPS എന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രംപ് നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ പെറ്റീഷൻ കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെറ്റീഷനാണ് ഇപ്പം കൃത്യമായിട്ട് ഈ ജഡ്ജ് വാദം കേട്ട് ഈ ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ് എൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള, നിർത്തലാക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവാണ് ജഡ്ജ് ലീ ഹോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് യമനികൾക്കൊക്കെ അവിടെ താമസിക്കാം, പ്രശ്നമൊന്നുമില്ല ഇപ്പം നിലവിൽ. അതാണ് കോടതിയുടെ വിധി. ട്രംപ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാനാണ്? US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ആയുധ വിൽപ്പന ശക്തമായിട്ട് നടത്തുന്നുണ്ട്. കുവൈറ്റിന് $2.5 ബില്യൺ കച്ചവടം. ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റമാണ് അവിടെ വിറ്റിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അടുത്ത് $1 ട്രില്യൺ കച്ചവടം. UAEയുടെ അടുത്ത് $147 മില്യൺ കച്ചവടങ്ങൾ. ഇത്രയും കച്ചവടം ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതുപോലെ IDF ഇന്നലെ ഖാൻ യൂണിസിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹമാസ് ഭീകരർ ഒളിച്ചു താമസിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതിൻ്റെ മേലിൽ ആക്രമണം നടത്തിയതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. ഡെമോളിഷനാണ് നടത്തിയത്. അതുപോലെ സിറിയയ്ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി, ഒരു കാർ നിറയെ വെടിമരുന്നുകളും ഡെറ്റനേറ്ററുമായിട്ട് വന്ന് ആ കാറ് പൊട്ടിത്തെറിപ്പിക്കുന്ന പരിപാടിയാണ് ഉണ്ടായത്. വളരെ മനോഹരമായിട്ടുള്ള കലാപരിപാടിയാണ്. സിറിയയിലൊക്കെ ഇതൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ്. 22 ഹെസ്ബുള്ള മെമ്പേഴ്സിനെ ഇസ്രായേൽ ഇന്നലെ വധിച്ചിട്ടുണ്ട്. അതായത് IDF സോൾജേഴ്സിന് നേരെ ഒരു ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ ശക്തമായ രീതിയിൽ തിരിച്ചടി തുടങ്ങിയത്. ആ തിരിച്ചടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഏരിയകളിൽ, പ്രത്യേകിച്ച് ലിറ്റാനി റിവറിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ അടിച്ച് തകർത്ത് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. സീനിയർ ഹമാസ് ഒഫീഷ്യൽ ബാസിം നൈം, പുള്ളിക്കാരൻ എപ്പോഴും അൽ ജസീറയിലും അതേപോലെ പല അമേരിക്കൻ TV-കളിലൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന വ്യക്തിയാണ് ബാസിം നൈം. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫേസ് ആസ് പെർ ദ കണ്ടീഷൻ അനുസരിച്ച് നടന്നില്ല, അതിൽ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഫേസിലേക്ക് പോകാം എന്നുള്ളൊരു അടുത്ത ഘട്ട നീക്കം നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഇസ്രായേൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർ ഗാസയെ കുറച്ചായിട്ട് ആ യെല്ലോ ലൈനിൽ അത് ചുരുക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഗാസ ഉണ്ടാവില്ല, അത്ര തന്നെ. അതിനകത്തിപ്പം ബാസിം നെയ്മൊക്കെ പല സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഗാസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം, അത്രേ പറ്റൂ. ഈ ബാസിം നെയ്മൊക്കെ ഗാസയ്ക്കുള്ളിലല്ല കേട്ടോ, ഇവരൊക്കെ പുറം രാജ്യങ്ങളിലാണ്, ഉല്ലാസയാത്രയിലാണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.